കരുത്താണ്. പേടിക്കേണ്ട, ഞാൻ ഇവിടെയുണ്ട്. ഇത് വീണ്ടും ആക്രമിക്കുമോ? ഇവിടെ നിനക്ക് എന്താണ് ഇവർ ധൈര്യശാലികളല്ല. പേടിക്കേണ്ട ദുറ, ഇവൻ നമ്മുടെ കൂട്ടുകാരനാണ്. ഇവന്റെ പേര് അപ്പു. നമ്മുടെ കൂട്ടുകാർക്കുള്ളതുപോലെ ഇവനും പച്ചനൂലുണ്ടല്ലോ. അപ്പൊ ശരിക്കും ചങ്ങാതി തന്നെ. എടാ അലൻ, ദുറ, നോക്കി നിൽക്കാതെ വേഗം ഇങ്ങോട്ട് കയറും. നമുക്ക് ഈ കാട്ടിലുടനീളം ഒന്ന് സവാരി ചെയ്യാം. എന്ത് രസമാണെന്നോ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. അയ്യോ വേണ്ട ലൈലി, എനിക്ക് നല്ല പേടിയാവുന്നു. ഇതൊരു കാട്ടുപൂച്ചയല്ലേ? നമ്മളെങ്ങാനുമാണ് അവന്റെ ഇന്നത്തെ ആഹാരമെന്ന് അവന് തോന്നിയാലോ? ഹേയ്, പേടിക്കണ്ട ദൂര. അപ്പു ഇപ്പൊ നമ്മുടെ പഴയ ശത്രുവല്ല, നമ്മുടെ ചങ്ങാതിയാണ്. അവൻ നമ്മളെ ഒരിക്കലും ഉപദ്രവിക്കില്ല. ധൈര്യമായിരിക്കും, നമുക്ക് ഒരുമിച്ച് പോകാം. ഇവൻ പാവമാണ്, പേടിക്കാതെ ഹായ്, എന്ത് രസാണ് അപ്പുവിന്റെ പുറത്തെ സവാരി. അപ്പു, ആ മലയുടെ മുകളിലേക്ക് പോകും വേഗം. നോക്കൂ, എത്ര മനോഹരമാണ്. ൊതുക്കടാവന്മാരെ, നാളെ ഇവരെ ഗ്രാമത്തിലേക്ക് അഴിച്ചുവിടുമ്പോ ഒരു മനുഷ്യൻ പോലും അവിടെ ബാക്കിയുണ്ടാവരുത്. ഈ നാട് നമ്മുടെ സ്വന്തമാകണം. വന്യജീവികളെ അവർ ജനങ്ങളെ ഉപദ്രവിക്കാൻ പരിശീലിപ്പിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തി നമ്മളോട് കൂട്ടണം. നമുക്ക് അവരെ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല. അതിനവർക്ക് കൂടുതൽ ആൾബലമുണ്ട്. നമുക്ക് തന്ത്രം പ്രയോഗിക്കണം. അലൻ, നീ പോയി ആ കയറുകൾ പൊട്ടിക്കേ. ഞാൻ ഈ തേനീച്ചക്കൂട് അവരുടെ നേർക്കെറിയാം. തേനീച്ചകൾ അവരെ ആക്രമിക്കുന്നതിനിടയിൽ വന്യമൃഗങ്ങളെ എല്ലാം നമ്മൾ രക്ഷപ്പെടുത്തണം. നിന്നെ എല്ലാം ഇപ്പൊ ശരിയാക്കി തരാം. അലൻ, നിങ്ങൾ വന്യമൃഗങ്ങളെ അഴിച്ചുവിടൂ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ജയിച്ചിരിക്കുന്നു. ഹൈറാറ്റുകളുടെ ഇരുമ്പഴികളിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ സ്വതന്ത്രരാണ്. പക്ഷെ ഈ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഈ ഗുഹയ്ക്കപ്പുറം ഇനിയും നമ്മുടെ ആളുകളുണ്ട്. അവരെ കൂടി മോചിപ്പിക്കാതെ ഈ ആഘോഷത്തിന് പൂർണ്ണതയില്ല. നോക്കൂ, നമ്മൾ എല്ലാവരും ഇനി ഒരുമിച്ച് നിൽക്കണം. ഈ കാട്ടിൽ നിന്ന് ഹൈറാട്ട് കൊള്ളക്കാരെ എന്നേക്കുമായി ഓടിക്കണം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകില്ലേ?